ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ആത്മപദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് കൂൺ കൃഷിയെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വണ്ടൂർ ബ്ലോക്ക് കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ കൂൺ കർഷകൻ ഷനൂബ് വാഴക്കാട് ക്ലാസിന് നേതൃത്വം നൽകി. ശാസ്ത്രീയമായുള്ള കൂൺ കൃഷിയെക്കുറിച്ചും കൂണിൽ നിന്നും നിർമ്മിക്കുന്ന വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെ സംബന്ധിച്ചുമാണ് പരിശീലനം നടന്നത്. കൂൺ കൾച്ചർ ചെയ്ത് സെക്കൻഡ് കൾച്ചർ എടുത്ത് മദർ സ്പൂൺ ചെയ്ത് ഈ മദർ സ്പൂണിലാണ് വിത്ത് ഉണ്ടാക്കുന്നത്. ബെഡ് സ്പൂൺ എന്നാ പറയാം. ആ വിത്ത് ഉണ്ടാക്കുന്ന ആ ദിവസം ഇന്ന് വിത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ 17 ദിവസം കഴിഞ്ഞിട്ടേ 18ാമത്തെ ദിവസം നമുക്ക് വിത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ എല്ലാവരും പറഞ്ഞത് 12 ദിവസം കഴിഞ്ഞാൽ വിത്ത് ഉപയോഗിക്കാനാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് വരാനുള്ള സാധനം ഈ പച്ചപ്പൂക്കളും കറുപ്പൂക്കളും, കാരണം ആരോഗ്യം ഉണ്ടാവില്ല. അതിന് വളർന്നു കയറാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. ആ 18 ദിവസം മുതൽക്ക് 40 ദിവസം വരെ വിത്ത് ഉപയോഗിക്കാവൂ. ഞാൻ നൽകുന്ന കർഷകർക്ക് കൊടുക്കുന്ന വിത്ത് അങ്ങനെ കൊടുക്കും. 40 ദിവസം കഴിഞ്ഞ വിത്ത് കൊടുക്കുന്നത് ആർക്കറിയാൻ? കൃഷി ഓഫീസർമാർ വിളിക്കെടുക്കുക. എന്തിനെ? ചകിരി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വിത്ത് പ്ലസ് ഉപയോഗിക്കും. കേട്ടില്ല? ചകിരി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ യൂറിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കൂലേ? ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ 40 ദിവസം കഴിഞ്ഞ വിത്ത് ഉപയോഗിക്കുന്നത്. ഞാൻ കൊടുക്കുന്നത്. പക്ഷെ നമുക്കത് ഉണ്ടാവില്ല, അപൂർവം ഉണ്ടാവുള്ളൂ. എല്ലാവരും 40 ദിവസം, മാക്സിമം 50 ദിവസം കഴിഞ്ഞ വിത്ത് നമ്മൾ ഉപയോഗിക്കാറേയില്ല. വണ്ടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. പങ്കെടുത്തവർക്കെല്ലാം കൂൺ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ കൂൺവിത്ത് വിതരണവും നടത്തി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നജ്മുദ്ദീൻ മമ്പാട്, കൃഷി ഓഫീസർ VM സമീർ, കൃഷി അസിസ്റ്റന്റുമാരായ സോജൻ, കുഞ്ഞാലിക്കുട്ടി, ആത്മാ ഉദ്യോഗസ്ഥരായ അസീസ്, ഷിബിന തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.